ചേട്ടായിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മേലെ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മെറിറ്റ്? കുടുംബത്തിൽ ഒരാൾക്ക് പോരായോ വട്ട്? അതല്ല ചേട്ടായി നോക്കൂ, എന്റെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാലേ ഞാൻ യൂട്യൂബ് സ്റ്റാറാ. എന്റെ കർത്താവേ, എങ്ങനാണോ അളിയൻ ഇവിടെ സഹിക്കുന്നേ? അങ്ങനെ ഞാനാ സഹിക്കുന്നേ. ചേട്ടായിക്ക് അറിയാവോ, ഒരു മുട്ട പുഴുങ്ങി തിന്നാൻ വേണ്ടി കൊതിയായിട്ട് പാടില്ല. ഇവിടെ എന്നും ഓംലെറ്റ് ആന്നേ. ആണോ? ചേട്ടായി ഒന്ന് പറയോ? ഞാൻ കുറച്ച് നേരമാടാ നിന്റെ പാപ്പായ്ക്ക് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാനാ. അല്ല എന്നാ പരിപാടി? പരിപാടി എന്റെ രാധാകൃഷ്ണ കിണറ്റി വെള്ളവും ഇല്ല, വഴിയില്ല. ആ വീട് ഞാൻ എങ്ങനെ വെക്കണമെന്നോ താനീ പറയുന്നത്? എന്തായാലും ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ. എടോ തന്റെ വണ്ടിയെ പോവാം. എന്റെ വണ്ടി പെട്രോൾ കാണുകയില്ല, അത് ഊറ്റി കാണും. പിന്നെ അകത്ത് മുട്ട തീർന്നു, മേടിച്ചു വെച്ചേക്കണം. നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയാ, മുട്ട പൊട്ടിക്കണം സ്മൂത്തായിട്ട് പൊട്ടിക്കണം, ചലഞ്ചനും ആക്കരുത്. എനിക്ക് ആർട്ട് വർക്ക് ഉള്ളതല്ലേ. മനസ്സിലായി. ആരോ മുട്ടയെ കൂടോത്രം ചെയ്തു. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. എന്തിനാടാ ഇതൊക്കെ? പൈസ വെച്ചാൽ തരില്ലേ? താങ്ക് യു. ഇനി ഊറ്റരുത്. എടി നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ സിസ്റ്റം ഉപയോഗിക്കില്ലെന്ന്. നിനക്ക് താഴെ ലാപ്ടോപ്പ് ഇല്ലേ? ജോലി ഇതിൽ ഫുൾ സെർച്ചിങ് അബോർഷനും പ്രഗ്നൻസി ഒക്കെ ആണല്ലോ. നിനക്ക് എന്താടി എണ്ണിക്കടി അങ്ങോട്ട്. പോയ ഒപ്പിച്ചാ പോയ നീ പോയ നീ പോടാ. ഒത്തിരി ഉണ്ടല്ലോ. ഇതും വൈറ്റമിൻ നല്ലതാ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അബോർഷൻ ബിൽസിന്റെ എല്ലാ പേരും ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ജോയിലെ ഈ ഗുളി കൊണ്ട് പോകുന്ന സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇനി മേലെ എന്നെ തൊട്ടുപോരുത്. എടോ സോറി, എനിക്കെന്തോ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതെങ്ങനെ വീട്ടിൽ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തന്നെ വീട്ടുകാരുടെ ചിലവിലാണ് ജീവിക്കുന്നത്. പിന്നെങ്ങനെയാണോ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നത്? എനിക്കതിനൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് തന്നെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹം, അല്ലാതെ തന്നെ ചതിക്കാനൊന്നുമല്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണോ. ഞാനിപ്പം ചെയ്തതിന് എന്നോട് ക്ഷമിക്കേ. ജോ, നമ്മുടെ കുഞ്ഞിനെ നീ കൊല്ലാൻ നോക്കിയോണ്ടല്ലേ ഞാൻ അടിച്ചേ. എന്നെ ഇഷ്ടമാണെങ്കിൽ കാലം നൊഴിഞ്ഞേ. ജോ, നീ ഞാനുള്ള ഈ ലോകേ അടിപൊളിയാ. അതെന്നും ജനിക്ക് വേണം. ജെന്നി, ജെന്നി,
എണീറ്റില്ലേ ഇതുവരെ? ജെന്നി, നീ ഇതുവരെ പോയില്ലേ? എന്തോ ചെയ്യും? നിനക്കിന്ന് കോളേജിൽ പോണ്ടേ? ആ മമ്മി വരുന്നു, റെഡി ആവാണ്. ആ ഇപ്പൊ തന്നെ ലേറ്റായി. മമ്മി പൊക്കോ, ഞാൻ വരാം. നിന്റെ ക്ലയന്റിനോടൊന്ന് പറ, അതിനുള്ള പോസിബിലിറ്റി ഇനി ഇല്ലെന്ന്. മകളുടെ പേരിലുള്ള പോളിസി മകൾ ഒളിച്ചോടി കാത്തങ്ങനെ പോയിരുന്നൂടെ? അതിന് തിരിച്ചു കിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഇവിടെ ഇതിനൊക്കെ നിയമമുണ്ട്. അത് മകൾക്കേ കിട്ടൂ. അയാൾക്ക് പോളിസി കിട്ടണമെങ്കിൽ മകള് വന്ന് ഒപ്പിട്ട് കൊടുക്കണം. അത് നടക്കൂ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ശുഷ്കാന്തി മകൾ ഒളിച്ചോടി പോകാതിരിക്കാൻ കാണിക്കണമായിരുന്നു. വീട്ടിൽ വന്ന് സ്വന്തം മോളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് തന്ത അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണോ? ഇനി ലവലവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, ഉത്തരവാദിത്തം വേണം. വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നല്ല കൃത്യമായി നോക്കി ജീവിക്കണം. അതാണോ ഒരു അച്ഛന്റെ ഉത്തരവാദിത്വം. പോയി കൈവിട്ടു പോയി, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയടോ. ഇനി എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. പോയടോ. മക്കള് വണ്ടി കൊണ്ട് നടക്കും, അവസാനം കഴുകാൻ തന്ത വേണം. നിന്റെ ബൈക്ക് ആര് കൊണ്ടുപോയി? ബൈക്ക് ഗ്രൗണ്ട് വെച്ചിട്ട് ഞാൻ ഓടി വന്നു. ഇനിയും കുളിച്ചൊരുങ്ങി നടന്ന് അങ്ങോട്ട് പോയിട്ട് എടുക്കണം. അപ്പം രാവിലെ തന്നെ ഓട്ടവും നടത്തവും നടക്കുമല്ലോ. പുതിയൊരു ടൈപ്പ് എക്സസൈസ് രീതിയാ. നീ എക്സസൈസിന് പോകുന്നതന്നെ പുതിയ രീതിയാ. പിന്നെ കാണിക്കുന്നത് എന്തായാലും എന്താ? ഇവനെയൊക്കെ ഏത് നേരത്ത് ഇവിടെ എല്ലാം ഒരുമാതിരി തലതിരിഞ്ഞാണല്ലോ. എനിക്ക് ഞാനുള്ള ഒരു ആശ്വാസം. ഹലോ, എന്താ മാഷി പരിപാടി? മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നുമില്ലല്ലോ. എന്തിനാ? ഇയാൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരത്തില്ല, സീനും ആക്കൂല. പിന്നെ എന്നാത്തിനാ? പിണങ്ങാതെ മാഷെ, ഞാൻ മൊബൈലിന്റെ യൂസ് കുറച്ചു. ഈ പ്രഗ്നൻസി പീരീഡില് റേഡിയേഷൻ കുഞ്ഞിനത്ര നല്ലതല്ലല്ലോ. ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് ഇനി എന്നെ ഒഴിവാക്കുവോ? ഓ, ആ സീൻ മോനെ മനസ്സിലിരിക്കട്ടെ. വെറുതെ പറഞ്ഞേ ഉള്ളൂ, അത് വിട്. ജോ, ഇന്ന് നീ ടെറസിൽ വരുമോ? ഇന്ന് വരില്ല. എനിക്ക് വിനീതിനെ കാണാൻ പോണം. ഞാൻ പറഞ്ഞായിരുന്നു, നീ മമ്മിയോട് ചോദിച്ചോ? എന്ത്? എന്താന്നോ? ഞാൻ പറഞ്ഞതല്ലേ ജോ, ഈ ടൈമിൽ എന്തൊക്കെ വർക്ക്ഔട്ട് ചെയ്യണമെന്ന്. എടോ, ഞാൻ ഇതൊക്കെ എങ്ങനെയാണോ അമ്മയോട് ചോദിക്കുന്നത്? ഇല്ല, യൂട്യൂബ് എങ്ങനെ നോക്ക്. ഞാൻ നോക്കിയതാണ് ജോ, അതിൽ ഓരോ വീഡിയോയിൽ ഓരോന്നാ പറയണത്. എനിക്കാകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. നീ ഇത് മമ്മിയോട് ചോദിച്ചേ പറ്റൂ. നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്നാ സർപ്രൈസാ കൊണ്ടുവന്നെന്ന് അറിയാവോ? ഞാൻ ഇവിടെ 3 ബൗൾ വെച്ചിട്ടുണ്ടേ. അതിൽ വലിയ ബൗളിൽ ഞാൻ കുറച്ച് അധികം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ ഞാനൊരു ചെറിയ ബൗളില് ഇതിൽ ഞാൻ മഞ്ഞ കളറാ കലക്കിയേക്കുന്നേ, ഇതിൽ ഞാൻ ചുമന്ന കളറാ കലക്കിയേക്കുന്നേ. ഈ 2 കളറും കൂടി ഞാൻ ഈ വെള്ളത്തിലോട്ട് ഒഴിക്കാൻ പോവാന്നേ. ഒഴിച്ച് കഴിയുമ്പോഴത്തേനും ഏത് കളറിനാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് കിട്ടുന്നതെന്ന് അറിയാൻ നമുക്ക് നോക്കാം. എടാ, ഇതിനകത്തോട്ട് കയറി വരാതാ, ഇത് ഫ്രെയിമാ. എൻ്റെ പൊന്നമ്മ, ഈ പരിപാടി നിർത്ത്. പറ്റത്തില്ല. അമ്മക്ക് യൂട്യൂബ് സ്റ്റാർ ആവണോ? വേണം. എനിക്ക് നല്ല കണ്ടന്റ് വേണം. കണ്ടന്റോ? അതെവിടെ നിന്ന് കിട്ടും? അത് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഞാൻ പറയുന്നോട് ചെയ്യാൻ പറ്റുമോ? നീ ആദ്യം കാര്യം പറ. ഗർഭിണികൾ ഗർഭസമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ നൈസായിട്ട് പറയാൻ പറ്റിയ അമ്മ നോക്കിയോ, അമ്മയുടെ ചാനൽ സൂപ്പർ ഹിറ്റ്. ഗർഭിണികൾ ഗർഭകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളോ? അതെ. അതൊക്കെ ഇപ്പൊ ഏക്കുവോടാ? അതൊക്കെ കേൾക്കും. പിന്നെ വായി തോന്നുന്നത് പറയരുത്, കറക്റ്റ് കാര്യം പറയണം. പിന്നെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇറക്കിയാൽ മതി. ഒരു ഗർഭിണി മുതൽ കുഞ്ഞു വരെ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ വളരെ നന്നായിട്ട് പറയാൻ പറ്റിയ ഹിറ്റ്.
അമ്മയെ കൊണ്ട് പറ്റും. അമ്മ എന്നെ അലീനെ നന്നായിട്ടല്ലേ അമ്മ നോക്കിയേ. ഓക്കെ അല്ലേ? ഇത് ഡിലീറ്റ് ചെയ്തേക്കാം. വേണ്ട. എന്താ? ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഓക്കെ. ഉം.